MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചതായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ നടത്തും. അന്നേ ദിവസം പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് 22-ന് പരീക്ഷ എഴുതാം. വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെയും നടപടിയുണ്ടാകും. അതേസമയം സർവകലാശാലയ്ക്ക് വിഷയത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഏപ്രിൽ 7-ന് തന്നെ പുനഃപരീക്ഷ നടക്കുമെന്ന് വൈസ് ചാൻസലർ പ്രഖ്യാപിച്ചു. അന്നേ ദിവസം പരീക്ഷയ്ക്ക് ഹാജരാകാൻ സാധിക്കാത്തവർക്ക് ഏപ്രിൽ 22-ന് അവസരം നൽകും. പരീക്ഷ പൂർത്തിയായി 3 ദിവസത്തിനകം ഫലം പ്രഖ്യാപിക്കുമെന്നും VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി. ഈ കുട്ടികളുടെ കാര്യം, തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യം വളരെ സങ്കടകരമാണ്. അവർ വാസ്തവത്തിൽ ഇത് യൂണിവേഴ്സിറ്റി നേരത്തെ റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്താതെ കുട്ടികൾക്ക് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതരമായ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകും. ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെയൊക്കെ. പിന്നെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുമുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് പരീക്ഷ നടത്താൻ തന്നെയാണ് തീരുമാനം. 7-ാം തീയതി പരീക്ഷ നടത്തുമെന്ന് നേരത്തെ കൺട്രോളർ അറിയിച്ചിട്ടുള്ളതാണ്. അന്ന് തന്നെ പരീക്ഷ നടത്തും. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ ആഭ്യന്തര അന്വേഷണത്തിനു ശേഷം പരീക്ഷാ നടത്തിപ്പുകളിൽ നിന്ന് പൂർണ്ണമായും ഡീബാർ ചെയ്യാനാണ് തീരുമാനം. പരീക്ഷാ കൺട്രോളർ കൈമാറുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. അതേസമയം ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ പോലീസിന് പരാതി നൽകുന്നതിൽ സർവകലാശാലയ്ക്ക് കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും നടപടിക്രമം പാലിച്ചു മാത്രമേ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂവെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. സാധാരണഗതിയിൽ ഇവിടുന്ന് പേപ്പർ വാല്യുവേഷന് കൊണ്ടുപോയി പേപ്പറുകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരം അധ്യാപകർക്കെതിരായി എടുക്കുന്ന നടപടികളിലൊന്നാണ് ഫൈൻ ഇമ്പോസ് ചെയ്യുക എന്നുള്ളത്. അതിവിടെ സർവകലാശാലയുടെ നിയമവും ചട്ടവും അനുസരിച്ചാണ് ചെയ്യാറുള്ളത്. അത് കർശനമായി ഈ അധ്യാപകനെതിരായിട്ടും ഹിയറിംഗിന് ശേഷം ഇമ്പോസ് ചെയ്യും. നടക്കാൻ പോകുന്ന പരീക്ഷയുടെ കൃത്യമായുള്ള നിരീക്ഷണം ദിനംപ്രതി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വൈസ് ചാൻസലർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. എന്നാൽ സർവകലാശാലയുടെ തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.